ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വാർണർ ബ്രോസ് മൂവി വേൾഡിലേക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. സോ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. മക്കളുടെ അടുത്ത് നമ്മൾ തീം പാർക്കിലേക്ക് പോണ കാര്യമൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു തീം പാർക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തായിരിക്കും അവിടെ ചെന്നിട്ട് കാണാൻ പോകുന്നതെന്നൊന്നും. 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇവിടേക്ക്. പക്ഷെ നമ്മൾ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മൾ വിചാരിച്ചില്ല എത്ര പണിയാവുമെന്ന്. കാരണം അത്ര തിരക്കായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂ നിന്ന് മടുത്തു എന്ന് പറയാം. ഈ റൈഡൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇതിൽ ഞാൻ കയറി ജീവനും കൊണ്ട് തിരിച്ചു വന്നതാണ്. ആ കഥ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇങ്ങനത്തെ വലിയ വലിയ റൈഡിലൊക്കെ 2-3 മണിക്കൂർ ക്യൂ നിന്നാലാണ് നമുക്കൊന്ന് കയറാൻ പറ്റുക. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. മാക്സിമം 1 മണിക്കൂറൊക്കെ ക്ഷമിച്ച് ഇരിക്കാം. പക്ഷേ 2-3 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വേറെ നിവൃത്തിയില്ലാണ്ട് ഞാൻ 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു. പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കയറാണ്ട് പോയ റൈഡുകളുണ്ട്. ആ കഥയും ഞാൻ പറയാൻ വഴിയേ. നിങ്ങളെന്തായാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ക്യൂ നിൽക്കാൻ റെഡി ആയിട്ട് വേണം കേട്ടോ വരാൻ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒടുക്കത്തെ ക്ഷമയാട്ടോ. അവർ എത്ര മണിക്കൂർ വേണമെങ്കിലും വെയിറ്റ് ചെയ്യും ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഓൺലൈനായിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അത് ഇങ്ങനെ ഓഫറായിട്ട് ഉണ്ടായിരുന്നു. 3 തീം പാർക്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര റേറ്റ്, 4 തീം പാർക്ക്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര റേറ്റ്, അങ്ങനെയായിരുന്നു. അത് നമ്മളപ്പോൾ 3 തീം പാർക്കിൻ്റെയാണ് എടുത്തത്. അത് ഒരു 5 ഡേയ്സ് അവർ തരും. ആ 5 ഡേയ്സിനുള്ളിൽ ഏതെങ്കിലും 3 ദിവസം നമ്മൾ പോയാൽ മതി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന തീം പാർക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമുക്ക് പോയ തീം പാർക്കിൽ ഇത് മാത്രമായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നത്. ബാക്കി 2 തീം പാർക്ക്സ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. മാക്സിമം ഒരു ½ ആൻ അവറൊക്കെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. സോ ബാക്കി 2ഉം അടിപൊളിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ടോം ആൻഡ് ജെറി ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല രസമാട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എനിക്കും ഇഷ്ടപ്പെട്ടു. അതായത് അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുന്ന പോലെ തന്നെ. പക്ഷേ ടോമും ജെറിയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സീറ്റ് ഇങ്ങനെ പൊങ്ങും താഴും. പിന്നെ അതുപോലെ അവരുടെ മേത്ത് വെള്ളം തെറിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു. ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ 3D ഗ്ലാസ് വെച്ചിട്ട് കാണാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഫണ്ണായിരുന്നു. ഈ തീം പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ഇവർ ഹോളിവുഡ് മൂവീസിൻ്റെ സെറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വേറൊരു സൈഡിലാണ് റൈഡും കാര്യങ്ങളും വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഇങ്ങനെ സ്ഥിരം കാണുന്നവരും അതിൻ്റെ ഫാനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഈ സെറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ ഏതൊക്കെ മൂവീസിൻ്റെയാണെന്ന്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. കാണുമെങ്കിലും അങ്ങനെ ഇൻഡെപ്തായിട്ടൊന്നും അതിൻ്റെ സീനുകളും കാര്യങ്ങളും ഒന്നും ഓർത്തിരിക്കുന്നില്ലല്ലോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നടന്ന് കാണാൻ. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാം. പോയി നോക്കിയോക്കെ. ഹെയർ ബ്രൈഡ് നോക്ക്.
നോക്ക്. ഓ ഓ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തരും. പക്ഷേ നമ്മൾ $25 എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ ചിലതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതായത് റൈഡുകളെല്ലാം നമുക്ക് ഫ്രീ ആണ്. ബാക്കി ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്, അതിനും നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇവിടെ എല്ലാ റൈഡിലും അത്യാവശ്യത്തിന് ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ സ്പ്ലിറ്റായിട്ട് ക്യൂ നിൽക്കുകയാണ് നല്ലത്. ഇഷയ്ക്ക് മേരിഗോ റൗണ്ടിൽ പോകണമെന്ന് പറഞ്ഞു, മോനിതാ ഈ റോളർ കോസ്റ്ററിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും മോനും ഇതിൽ ക്യൂ നിന്നു, ഞങ്ങൾ രണ്ടുപേരും മേരിഗോ റൗണ്ടിൽ. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാനും പറ്റി, ടൈമും നമുക്ക് ലാഭിക്കാം. ഇതുപോലുള്ള ഗെയിംസിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. Good job. Bye, good job. Go on. Press ചെയ്തോണ്ടിരിക്കേ. മക്കൾ വേറെയും കുറേ റൈഡുകളിൽ പോയിട്ടോ, പക്ഷേ എല്ലാം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതാ ഈ കാണുന്നത് സ്കൂബി-ഡൂവിൻ്റെ സ്പൂക്കി കാസിലാണ്. അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളിതാ ചാടിത്തുള്ളി പോകുന്നുണ്ട്. ഈ പോണ പോക്ക് വെറുതെ 2 മണിക്കൂർ ഞങ്ങൾ വേസ്റ്റ് ചെയ്യാനാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോഴും എനിക്കിത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്, സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. ഈ കാണുന്ന റൈഡിൽ കയറാൻ വേണ്ടിയിട്ടോ നമ്മൾ വെറുതെ നമ്മുടെ 2 മണിക്കൂർ വേസ്റ്റ് ആക്കിയത്. ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുഞ്ഞ് ക്യൂ കാണുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും അതിങ്ങനെ 2 കിലോമീറ്ററോളം നീളത്തിലാണ് ക്യൂ എടുക്കുന്നത്. അതിങ്ങനെ ഇതായിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത്ര അധികം ക്യൂ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ 1.5-2 മണിക്കൂറോളം ക്യൂ നിന്നു. എന്നിട്ട് നമുക്ക് തന്നെ മനസ്സിലായി ഇനിയൊരു 2 മണിക്കൂർ നിന്നാലാണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ, മടുത്തിട്ട്. മനസ്സ് മടുക്കുക എന്ന് പറയില്ലേ. നമ്മൾ മാത്രമല്ല കേട്ടോ തിരിച്ചു പോയത്, നമ്മുടെ ബാക്കിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചു പോയിട്ടുണ്ടേ. കാരണം അവർക്കൊക്കെ മനസ്സിലായി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള റൈഡൊന്നും പോകാൻ പറ്റില്ല എന്ന്. എൻ്റെ നിരാശയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. വീഡിയോ എടുക്കൽ വരെ ഞാൻ നിർത്തി. കാരണം 2 മണിക്കൂർ വേസ്റ്റ് ആവുകയും ചെയ്തു, എന്നാൽ റൈഡിലോട്ട് പോകാനും പറ്റിയില്ല. ഇതാദ്യം അറിയായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ ക്യൂ നിൽക്കില്ല കേട്ടോ. കാരണം നമുക്ക് ക്യൂ കാണുന്നില്ല, നമ്മുടെ മുമ്പിലോട്ട് എത്രത്തോളം ക്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ നിൽക്കില്ലായിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റൈഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ ക്യൂ നിൽക്കാൻ. ബാക്കി എല്ലാതും നമുക്ക് കാണാം, പക്ഷേ ഈ റൈഡിൻ്റെ മാത്രം ക്യൂ നമുക്ക് കാണാൻ പറ്റില്ല.
പിന്നെ നമ്മൾ പോയതൊരു ലേസർ ഷോ ആയിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ജസ്റ്റ് ലേസർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക, കുറേ മോൺസ്റ്റർ പോലത്തെ സംഭവങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഫണ്ണായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ സ്പ്ലിറ്റ് ആവാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഈ റൈഡിൽ ക്യൂ നിന്നു, ഏട്ടനും മക്കളും കിഡ്സിൻ്റെ റൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ റൈഡിൽ ഞാൻ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കയറിയത് കേട്ടോ. ഇതാണ് ഞാൻ എൻട്രൻസിൽ കാണിച്ചു തന്ന ആ വമ്പൻ റോളർ കോസ്റ്റർ കേട്ടോ. എന്തായാലും കഴിഞ്ഞതിൽ ഇത്രയും നേരം നിന്നിട്ട് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ക്യൂ നിൽക്കുകയാണേ. ഞാൻ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെ 1 പേഴ്സൺ ആണെങ്കിൽ അതിന് വേറെ ക്യൂ ഉണ്ട്. അപ്പം സാധാരണ ക്യൂ നിൽക്കേണ്ട അത്രയ്ക്ക് നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ജീവനും കൊണ്ട് തിരിച്ചു വന്നത് എന്തോ ഒരു ഭാഗ്യം. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള റോളർ കോസ്റ്ററാണ് കേട്ടോ. സോ നിങ്ങൾ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് 2 വട്ടം ആലോചിച്ചിട്ട് വേണം പോകാൻ. ഞാൻ വേറെയും റോളർ കോസ്റ്ററിൽ കയറി കേട്ടോ, പക്ഷേ ഇത്ര ഡേഞ്ചറസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നപ്പോൾ ഞാൻ കാണുന്നത് സൂപ്പർ ഹീറോസിൻ്റെ പരേഡാണ് കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. മക്കളെ വിളിച്ചെങ്കിലും അവർക്ക് വരാൻ പറ്റിയില്ല. അവർ വേറെ റൈഡിൽ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തായാലും കഷ്ടമായി, കാരണം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇത് ലാസ്റ്റ് ഷോ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതിൽ ഞാൻ ബാറ്റ്മാനെ എവിടെയെന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. 1 കാറ് പോയി, 2 കാറ് പോയി, 3, 4 കാറ് പോയി, എന്നിട്ടും ബാറ്റ്മാനെ കാണുന്നില്ല. പിന്നെയാണ് പെട്ടെന്ന് ആൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ട്രിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.